താമരശ്ശേരി ചുരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏറെക്കാലമായി തുടരുന്ന ആവശ്യം ആ പ്രക്ഷോഭം ഇപ്പോൾ UDF ഏറ്റെടുത്തിരിക്കുകയാണ്. വയനാട്ടിൽ 2 MLA മാർ ടി സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ ഇപ്പോൾ കോഴിക്കോട് കലക്ട്രേറ്റിന് മുമ്പിൽ രാപ്പകൽ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കോഴിക്കോട്ടേക്ക് സമരവുമായി എത്താൻ കോഴിക്കോട് ജില്ലയിലാണല്ലോ ഈ ചുരം മുഴുവൻ കിടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലാണ്. ചുരത്തിന്റെ ഒരു പ്രശ്നത്തിലും കോഴിക്കോട് ജില്ലയുടെ പ്രോപ്പർ ഇടപെടലില്ല. ജില്ലകൾ തമ്മിലുള്ള ഏകോപനമില്ല. എല്ലാ കാര്യവും തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. കാര്യം ദേശീയവാദിയാണല്ലോ, സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലാണ്. ഈ 2 MP മാരും കോഴിക്കോട് വയനാട് MP കോൺഗ്രസ് MP മാരാണ്. അവർക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയില്ല. ട്രാഫിക് റെഗുലേഷൻ സെൻട്രൽ ഗവൺമെന്റ് അല്ലല്ലോ. ട്രാഫിക് റെഗുലേഷൻ ഇവിടുത്തെ സിസ്റ്റം അതിന്റെ ഭാഗമാണ്. നവീകരണം പ്രധാനപ്പെട്ടതാണല്ലോ. പാത നവീകരണത്തിന്റെ ഭാഗമല്ലല്ലോ ഇതിന്റെ പ്രശ്നം. ഇതിന് മേജർ ഇഷ്യൂ എന്താണ്? ഒരു വാഹനം ഗതാഗത കുരുക്കിൽപ്പെട്ടാൽ ഒരു ക്രെയിൻ സർവീസ് ഉപയോഗിച്ച് അടിയന്തരമായി മാറ്റം, ഒരു ക്രെയിൻ ഏർപ്പാടാക്കണം. അപ്പൊ ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ ക്രെയിൻ സർവീസ് ഉണ്ടാകണം. ഇതുവരെ ചെയ്തില്ല. 2 അടിവാരത്തും മേലെയും ഒരു 2 പോലീസ് കൺട്രോൾ റൂം ഉണ്ടാകണം. ചെയ്തില്ല. ബ്ലോക്ക് ഉണ്ടായാൽ അവശ്യ മരുന്ന്, അവശ്യ കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തണം. ചെയ്തില്ല. അവിടെ ചുരം സംരക്ഷണ സമിതി, ചുരത്തിന്റെ ഗ്രീൻ ഗോൾ വാളണ്ടിയേഴ്സ്, പോലീസ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തി ഒരു RRT റാപ്പിഡ് റെസ്പോൺസ് ടീം പോലെയുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ റെഗുലേറ്റ് ചെയ്യപ്പെടും. വേറെ ഒരു പീക്ക് അവേഴ്സ്, 2 സാറ്റർഡേ സൺഡേ, 3 ഫെസ്റ്റിവൽ സീസൺ, ഇത്രയും സമയങ്ങളിൽ ട്രാഫിക് റെഗുലേറ്റ് ചെയ്യണം. മൾട്ടി ആക്സിൽ വാഹനങ്ങളും ഭാരം കയറ്റിയ വാഹനങ്ങളും നിയന്ത്രിക്കപ്പെടണം. ഇതിനൊരു കലണ്ടർ സെറ്റ് ചെയ്യണം. ഒരു നടപടിയില്ല. വയനാട്, കോഴിക്കോട് കലക്ടർമാരെ ഉപയോഗപ്പെടുത്തിയ ഒരു കോർഡിനേഷൻ കമ്മിറ്റി, അതിൽ മന്ത്രിമാരുണ്ടാകണം, അതിൽ MLA മാരുണ്ടാകണം, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ ഉണ്ടാകണം. മാത്രമല്ല ഒരു കൺട്രോൾ റൂം പോലും ഇല്ല. ഒരു ലോറി കുടുങ്ങിയാൽ, സാധാരണ വടക്കേ ഇന്ത്യയിലൊക്കെ വരുന്ന ലോറികൾ വലിയ ലോറികളാണ്, ഒന്ന് വീൽ വൈസ് ഒന്ന് മാറിയാൽ ബ്ലോക്കായി. അതുപോലും നിയന്ത്രിക്കാൻ ഈ ഗവൺമെൻറ്റിനോ ട്രാഫിക് സിസ്റ്റമോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കാനുള്ള സാഹചര്യം. ഞങ്ങൾ അതീവ ഗൗരവത്തോടെ തന്നെ ഈ സമരം കാണും. ഈ സമരം സെക്രട്ടേറിയറ്റ്, നിയമസഭയ്ക്കകത്ത് വരെ ഈ സമരം ഞങ്ങൾ കൊണ്ടുപോകും. ഷിജി നരിപ്പറ്റയ്ക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.